ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാക്കാം. അതായത് തീ വന്നാൽ വെള്ളം തന്നെത്താനെ വന്ന് ആ തീനെ കെടുത്തും. ആ ഒരു മോഡലാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സ്കൂളിലെ എക്സിബിഷൻസിനൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനാദ്യമായിട്ട് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടറും 9 വോൾട്ട് ബാറ്ററി എടുക്കുക. എന്നിട്ട് ആ സ്റ്റാർട്ടറിൻ്റെ ഒരു എൻഡിലേക്ക് ഏതെങ്കിലും ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9 വോൾട്ട് ബാറ്ററി എടുക്കുക. എന്നിട്ട് 9 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് വയറും നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് ട്യൂബ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടറിലേക്ക് കണക്ട് ചെയ്ത ഒരു വയറിൻ്റെ അറ്റത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബസർ എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് വയറും ബാറ്ററിയുടെ നെഗറ്റീവ് വയറും കൂടെ ഒന്ന് കൂട്ടി കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പമ്പാണ്. എന്നിട്ട് ആ പമ്പിൻ്റെ നെഗറ്റീവ് വയർ നമ്മൾ നേരത്തെ കൂട്ടിപ്പിരിച്ച് വെച്ച നെഗറ്റീവ് വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ടറിൻ്റെ മറ്റേ എൻഡിലെ വയർ എടുത്തിട്ട് നമ്മുടെ ബസറിൻ്റെ പോസിറ്റീവ് വയറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പമ്പിൻ്റെ പോസിറ്റീവ് വയറും നമ്മളിപ്പോൾ കണക്ട് ചെയ്ത വയറുമായിട്ട് അത് രണ്ടും കൂടെ കൂട്ടിപ്പിരിച്ച് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബാറ്ററിയും ബസറൊക്കെ എടുത്ത് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പമ്പും കൂടെ ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പണ്ടത്തെ സ്കെയിൽ എടുത്തിട്ട് അതിലേക്ക് ഗ്ലൂ തേച്ച് ട്രെയിനിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ പമ്പിലേക്ക് ഒരു ട്യൂബും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ്. എന്നിട്ട് സൈഡിലായിട്ട് ഞാൻ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ട്യൂബ് ലൈറ്റ് സ്റ്റാർട്ടറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കെയിൽ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ട്യൂബ് ഒന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്കെയിൽ വെച്ചത്. ഇനി നമുക്ക് ആ മെഴുകുതിരി ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഓക്കെ, വെള്ളം വന്നു, പക്ഷേ മെഴുകുതിരി ഇത്തിരി പുറകോട്ടായിരുന്നു നീങ്ങിയിരുന്നത്, അതുകൊണ്ട് കെട്ടില്ല. ഓക്കെ, ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റാണ്. ഇപ്രാവശ്യം നമ്മൾ മെഴുകുതിരി കൈ വെച്ചിട്ടാണ് കത്തിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മെഴുകുതിരി കെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു കാർഡ്ബോർഡ് കൊണ്ടുള്ള ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ സ്കൂളിലെ എക്സിബിഷൻസിനൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു വർക്കിംഗ് മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.